രാവിലെ നമ്മൾ ലഭിച്ച അനുഗ്രഹങ്ങളെയും നന്മകളെയും എല്ലാം ഓർത്തുകൊണ്ട് ഓരോരുത്തരും ലഭിച്ചിരിക്കുന്ന കൃപകളെയെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് സ്തുതിപ്പിലേക്ക് വരാം. ഓരോരുത്തരായിട്ട് സ്തുതിപ്പിന് ലഭിച്ചിരിക്കുന്നവര് പ്രാർത്ഥിക്കേണ്ടവര് സ്തുതിപ്പോടുകൂടി സ്ഥിതിയിലായിരിക്കാം. ചെറുതായി ഞങ്ങളോടൊത്ത് ഒന്നു ചേർത്ത് ഞങ്ങളുടെ ഒപ്പമായിരിക്കാൻ ആഗ്രഹിച്ചു. ഞങ്ങളൊന്നേറെ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അമൃതപ്പെടുകയും നമുക്ക് അറിയിച്ചിരുന്നു. നല്ലവനായ ദൈവമേ, ആദിയിൽ അങ്ങ് ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ചു. അവരെ ഒന്ന് ചേർത്തുകൊണ്ട് അങ്ങ് വിവാഹ ഉടമ്പടിക്ക് രൂപം നൽകി. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്തരുത് എന്നൊരു കൽപ്പനയും അങ്ങ് ഞങ്ങൾക്ക് നൽകി. തിരുക്കുടുംബം ഞങ്ങൾക്ക് മാതൃകയായി. എന്നാൽ ദൈവമേ, ഇന്ന് കുടുംബങ്ങൾ നിരവധിയായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. സമാധാനമില്ല, സാമ്പത്തിക തകർച്ച, പരസ്പരം വിട്ടുവീഴ്ചയില്ല, മനസ്സിലാക്കുന്നില്ല എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. ഓരോ കുടുംബങ്ങളും തകർച്ചയിലാണ്. മാതാപിതാക്കളും മക്കൾ തമ്മിലും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും, സഹോദരങ്ങൾ തമ്മിലും കലഹിക്കുന്നു. ദൈവമേ, കുടുംബങ്ങളിൽ മൗനം പാലിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ക്ഷമയോടെ ഇടപെടാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. എത്ര ഞങ്ങൾ ചേർത്ത് പിടിക്കുന്ന ജീവിത പങ്കാളികളുണ്ട്. നിസ്സാര കാര്യങ്ങളിൽ ഞങ്ങൾ കലഹിക്കുന്നു. മക്കളെ മനസ്സിലാക്കാതെ ഞങ്ങൾ കലഹങ്ങളിലേക്ക് പോകുന്നു. ദൈവമേ, ഇവിടെയെല്ലാം ഞങ്ങൾക്ക് രക്ഷകനായ ഉണ്ട്. പിതാവായ ദൈവം മനുഷ്യ മക്കൾ എത്ര പാപത്തിന് അടിമത്തിലാണെങ്കിലും എത്ര തകർച്ചയിലാണെങ്കിലും പിതാവായ ദൈവം സ്വപുത്രനെ മോചന ദ്രവ്യമായി ഞങ്ങൾക്ക് നൽകി. ഞങ്ങളത് മനസ്സിലാക്കുന്നു. നല്ല ദൈവമേ, അങ്ങേ തിരുകുമാരൻ മനുഷ്യാവതാരം എടുത്തു, പാടുപീഡകൾ സഹിച്ചു, രക്തം ചിന്തി ക്രൂശിതനായി മരിച്ചു. മൂന്നാം നാൾ